നമ്മുടെ രാജ്യത്ത് ആരാണ് ഇന്ന് വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്? ആരാണ് വെറുപ്പിൻ്റെ കമ്പോളം തുറന്നിരിക്കുന്നത്? നുണ ഫാക്ടറികൾ ആരംഭിച്ചിരിക്കുന്നത് ആരാണ്? ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ഭരണഘടനയും മതസൗഹാർദ്ദ അന്തരീക്ഷത്തെയും തകർത്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത്? 1 മണിക്കൂറും 52 മിനിറ്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. ഞാനടക്കം ഇരിക്കുകയാണ്. നിർത്താനാകുമ്പോൾ ഞാൻ ആദ്യമായി എഴുന്നേറ്റുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് മണിപ്പൂരിൽ എന്താണ് സ്ഥിതി, മണിപ്പൂരിലെ കാര്യമൊന്ന് പറയാമോ? എൻ്റെ മുഖത്തേക്ക് നോക്കി 1 സെക്കൻഡ് അദ്ദേഹം നിശബ്ദനായി നിന്നു. ഒരക്ഷരം പിന്നീട് മറുപടി പറഞ്ഞില്ല. ഇത് ഭയങ്കര നമ്മൾ കാണുന്ന പോലെയല്ല. വടക്കേ ഇന്ത്യയിലെ പല പള്ളികളിലും, അത് മധ്യപ്രദേശിലും യുപിയിലും ഉൾപ്പെടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് രാജസ്ഥാനടക്കം പല ആരാധനാലയങ്ങളുടെ മുകളിൽ കാവിക്കൊടി കൊണ്ടുപോയി കെട്ടുകയാണ്. ആരാധനാലയങ്ങളുടെ മുകളിൽ കാവിക്കൊടി കൊണ്ടുപോയി കെട്ടുകയാണ്. പല വൈദിക ശ്രേഷ്ഠന്മാരെയും സിസ്റ്റേഴ്സിനെയും മുത്തവല്ലിമാരെയും ഉസ്താദുമാരെയും അടക്കം കയ്യേറ്റം ചെയ്യുന്നു, ആക്രമിക്കുന്നു. അവരാണ് വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നു. അവർ ആരാധനാലയങ്ങൾ മണിപ്പൂരിൽ 100-200-ൽ പരം ആരാധനാലയങ്ങൾ തകർത്തു. ഇത് മറ്റു സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇതിട്ട് തൃശ്ശൂരിലേക്കും കൂടി അതിന് വിരൽ ചൂണ്ടുമ്പോൾ എലക്ഷൻ വരും പോകും. തെരഞ്ഞെടുപ്പല്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പല്ല. ഞങ്ങൾ ഇതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് അടയാളങ്ങളും ഈ വെറുപ്പിന് സ്നേഹസന്ദേശയാത്രയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രദർശിപ്പിക്കുന്നില്ല. ഒരു അടയാളം പ്രദർശിപ്പിക്കണില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആഹ്വാനം നൽകുന്നില്ല. പക്ഷെ ഞങ്ങൾക്കില്ല ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം വർഗീയ ഫാസിസത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ്. ഞങ്ങൾ 1-ാം നമ്പർ ശത്രു BJPയും RSSും സംഘപരിവാർ ശക്തികളാണ് ദേശീയ തലത്തിൽ. കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുവായിട്ടുള്ളത്. ഇന്ത്യയാണ് ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു. BJPയും RSS സംഘപരിവാർ ശക്തികളാണ്. അവർക്കെതിരെയുള്ള ഫാസിസ്റ്റ് വിരോധ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം പോരാളികളായി നിൽക്കും. പ്രത്യേകിച്ച് പിന്നെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം എന്താ? തൃശ്ശൂരിൻ്റെ മതസാഹോദര്യം എന്താ? ഇവിടുത്തെ മതസൗഹാർദ്ദം എന്താ? അത് തകർത്തിട്ടും ഒരു തെരഞ്ഞെടുപ്പും അത് തകർക്കുന്നതിന് ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ അത് തകർക്കാൻ വരുന്നവർക്ക് ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങളുടെ ചങ്കിൽ ഒരു തരി ജീവൻ്റെ അംശമുണ്ടെങ്കിൽ തൃശ്ശൂരിൽ വർഗീയ കലാപം ഉണ്ടാക്കി കലുഷിതമാക്കി ആരെങ്കിലും മുതലെടുക്കാൻ വേണ്ടി വന്നാൽ അവരെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ഞങ്ങൾ മുന്നിലും പിന്നിലും ഇരുവശത്തായി നിൽക്കും. കോൺഗ്രസ് പാരമ്പര്യവും ചരിത്രവും അതാണ്. മാതാവേ, കർത്താവേ, നീ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നീ തിരിച്ചറിയണമേ. മാതാവിനും കർത്താവിനും വലിയ ശക്തിയുണ്ട്. ഞങ്ങൾ അതിലൊക്കെ എല്ലാ മതങ്ങളിലെയും നന്മേനെയും എല്ലാ മതങ്ങളിലെ നല്ല വിശ്വാസങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ്. ഞാൻ ക്ഷേത്ര ആരാധനയിൽ വിശ്വസിക്കുന്നൊരു വിശ്വാസിയാണ്. ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ്, അതിൽ വിശ്വസിക്കുന്ന ആളാണ്. മറ്റു മതങ്ങളിലെ നന്മയെയും മറ്റു മതങ്ങളിലെ നല്ല വിശ്വാസങ്ങളെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആൾ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കർത്താവും മാതാവും ഈശ്വരനും തിരിച്ചറിയും.